Okay, let's continue the video. അപ്പോൾ നമ്മുടെ NA Act നോക്കാം. NA Act വരുന്ന വർഷം 1881. Which section of NA Act which section of the Negotiable Instruments Act 1881 deals with the dishonor of a check for insufficiency of funds? ഏതാണ്? സെക്ഷൻ 138 നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. NA Actൽ ചെക്ക് ഡിസോണർ ആയി പോകുന്ന ഫണ്ട് ഇൻസഫീഷ്യന്റ് എന്ന് പറയുന്ന പേരിൽ ചെക്ക് ഡിസോണർ ആയി പോകുന്ന സെക്ഷൻ 138. NA Act ഡിഫൈൻ ചെയ്യുന്നത് ഏത് സെക്ഷനിലാണ്? NA Act is defined under which section? ഏത് സെക്ഷനിലാണ് NA Act ഡിഫൈൻ ചെയ്യുന്നത്? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഒരു സെക്കൻഡ്. വാട്ട് ഈസ് NA Act? NA Act നമ്മൾ പറഞ്ഞു PBC, അതായത് പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, അതേപോലെ ചെക്ക്. ഈ മൂന്നും ചേരുന്നതാണ് NA Act. NA Act വന്ന വർഷം 1881. അപ്പൊ ഏത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള സെക്ഷൻ 13ലാണ് വാട്ട് ഈസ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞു തരുന്നത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് കൺസിഡേർഡ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് അല്ല എന്ന് പറയുന്ന ഏതിലാണ്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ് എന്ന് ചോദിച്ചാൽ പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക് അല്ലേ? അപ്പൊ ഇതിനകത്തൊന്നും വരാത്തത്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിനകത്ത് വരാത്ത ഏതാണ്? പോസ്റ്റൽ ഓർഡർ. A holder in due course is a person who acquires a negotiable instrument in good faith and for consideration. അപ്പോൾ ഈ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറയുന്ന സെക്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് എവിടെയാണ്? സെക്ഷൻ 9ലാണ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് ഡിഫൈൻ ചെയ്യുന്നത്. നമ്മൾ ക്ലാസ്സിൽ ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്താണെന്നൊക്കെ നോട്ട് ചെയ്ത് നോക്കിയായിരുന്നു. Presumption as to date and time of acceptance of a negotiable instrument is mentioned in which section? ഡേറ്റും ടൈം ഓഫ് അക്സെപ്റ്റൻസ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിൽ മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പ്രിസംഷൻ പറയുന്ന സെക്ഷൻ 118ലാണ് പ്രിസംഷൻ പറയുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് ഫാമിലി ലോ നോക്കാം. ഹിന്ദു മാരേജ് ആക്ട്. അണ്ടർ ഹിന്ദു മാരേജ് ആക്ട് 1955, what is the minimum age for marriage for the bridegroom? ബ്രൈഡ്ഗ്രൂമിന്റെ മിനിമം ഏജ് എത്രയാണ്? 21 years അല്ലേ? അപ്പൊ ബ്രൈഡ് ആണെങ്കിൽ 18 years. The concept of irretrievable breakdown of marriage as a ground for divorce is significant development in Hindu law jurisprudence. In which section of Hindu Marriage Act is this provided? ഏത് സെക്ഷനിലാണ് irretrievable breakdown of marriage ഒരു ഗ്രൗണ്ട്, ഡൈവോഴ്സിന്റെ ഒരു ഗ്രൗണ്ട് ആയിട്ട് പറയുന്ന ഏത് സെക്ഷനിലാണ്? സെക്ഷൻ 13 ഹിന്ദു മാരേജ് ആക്ട്. Muslim law നോക്കാം. In Muslim law, the term used for judicial divorce at the instance of വൈഫിന്റെ ഇൻസ്റ്റൻസിൽ ജുഡീഷ്യൽ ഡിവോഴ്സ് കിട്ടുന്നത് മുസ്ലിം ലോയില് ഖുലയിലാണ്. ഓക്കെ, ഖുല. ഇനി ഹിന്ദു സക്സഷൻ ആക്ട് 1956 primarily deals with ഹിന്ദു സക്സഷൻ ആക്ട് ഏത് വർഷമാണ്? 1956. ഇതിനകത്ത് നമ്മൾ പ്രൈമറി ആയിട്ട് ഡീൽ ചെയ്യുന്ന ഏത് കാര്യങ്ങളൊക്കെയാണ്? ഇൻഹെറിറ്റൻസും സക്സഷനുമാണ് ഹിന്ദു സക്സഷൻ ആക്ടിൽ ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി ഒന്നുകൂടെ നോക്കാം. വിച്ച് ആക്ട് പ്രൊവൈഡ്സ് എ യൂണിഫോം സിവിൽ മാരേജ് ലോ ഫോർ ഓൾ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ റിഗാർഡ്ലെസ് ഓഫ് ദെയർ റിലീജിയൻ? സോ യൂണിഫോം സിവിൽ മാരേജ് ലോ എല്ലാ സിറ്റിസൺസിനും റിലീജിയൻ ഒന്നും ബേസ് ചെയ്യാതെ വരുന്ന ഏതിലാണ്? സ്പെഷ്യൽ മാരേജ് ആക്ടിലാണ് നമ്മൾ യൂണിഫോം സിവിൽ മാരേജ് ലോ ഡീൽ ചെയ്യുന്നത്. അപ്പൊ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഏത് ജാതിയിൽപ്പെട്ടവർക്കും വിവാഹം കഴിക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ബാലൻസ് നോക്കാം.